ഹേ ഗൈസ്, നിങ്ങൾ കടൽ കണ്ടിട്ടുണ്ടോ? ദേ ഇവിടെ നിന്നല്ല, ദേ ഇതിലിരുന്ന്. പക്ഷെ എന്റെ പൊന്നുമക്കളെ, നമ്മളിന്ന് മാർത്താണ്ഡം പോയിട്ട് വരുന്ന വഴിക്ക് കോവളം ബീച്ചിലൊന്നിറങ്ങി. ബീച്ചും കണ്ട് ഒരേ കട്ടനും കുടിച്ചിട്ട് വരാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷെ ഷെബീറിന്റെ ഇക്കായ്ക്ക് ഒരു ആഗ്രഹം, മകളെ കൊണ്ടൊരു ബോട്ട് റൈഡ് നടത്തിയിട്ട് വന്നാലോ എന്ന്. 1000, 2000, 3000 ഇങ്ങനെയാണ് ഗൈസ് ഇതിന്റെ റേറ്റ് അവർ പറയുന്നത്. ഓരോന്നിനും ഓരോ ദൂരപരിധിയാണ്. ഇവിടെ നിന്ന് വിഴിഞ്ഞ ഹാർബർ വരെ പോകുന്നതിന് 3000 രൂപയാണ് ഗൈസ്. അങ്ങനെ റേറ്റ് ഒക്കെ പറഞ്ഞ് സെറ്റാക്കി ഞങ്ങൾ നേരെ ബോട്ടിൽ കയറി. വെറും കായലിലൂടെ മാത്രം ബോട്ട് സർവീസ് എടുത്ത ഒരു എക്സ്പീരിയൻസ്. ചാടി ബോട്ടിൽ കയറിയെങ്കിലും ബോട്ട് അങ്ങോട്ട് എടുത്തപ്പോഴേക്കും ബോട്ട് തിരമാല മുറിച്ച് കിടക്കുന്ന ഒരു സീനുണ്ട് ഗൈസ്. പൊങ്ങി വന്നൊരു ഒറ്റയടി, അപ്പോഴേക്കും എന്റെ നെഞ്ചൊന്ന് കത്തി. ഞാൻ നോക്കിയപ്പോഴേക്കും വേറെ ആർക്കും ഒരു എക്സ്പ്രഷനും ഇല്ല, പ്രത്യേകിച്ച് മോള് കൂളായിട്ടിരിക്കുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, പറപ്പിച്ച് ഇവിടെ പാപ്പാന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ പറപ്പിക്കാൻ തുടങ്ങി. ഈ കരയിൽ നിന്ന് മാത്രം കടൽ ആസ്വദിച്ചുകൊണ്ടിരുന്ന നമുക്ക് ഈ കടലിൽ നിന്ന് കരയെ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ ഗൈസ്, അത് എത്രത്തോളം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഇതേ നോക്കിക്കേ, ഈ മനോഹരമായ തെങ്ങും പാടങ്ങളും കോവളത്തിന്റെ ഐക്യോണിക്കൽ വ്യൂ എന്ന് തന്നെ പറയാവുന്ന ചുവപ്പും വെള്ളയും വരെയുള്ള ഈ കോവളം ലൈറ്റ് ഹൗസും ഒക്കെ ഈ ബോട്ടിലിരുന്ന് കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ ഗൈസ്, അത് എത്രത്തോളം എൻ്റെ ഈ ക്യാമറയിൽ പകർത്തി കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഈ കാഴ്ചകളെ കണ്ട് ഞങ്ങൾ നേരെ പോകുന്നത് വിഴിഞ്ഞ ഹാർബറിലേക്കാണ് കേട്ടോ. ഞങ്ങൾ പോയതൊരു വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ദാ എൻ്റെ ഈ പുറകെ കാണുന്ന ഈ ഒരു സൺസെറ്റ് ഇല്ലേ, ഈ ഒരു വ്യൂ കിടിലായിട്ട് കാണാൻ കഴിഞ്ഞു. സൂര്യകിരണങ്ങൾ തിരമാലകളിൽ പതിക്കുമ്പോൾ കിട്ടുന്ന ഒരു റിഫ്ലക്ഷനും തിരമാലകളെ കീറി മുറിച്ച് കുതിച്ചു പായുന്ന ഈ ബോട്ടിലിരിക്കുമ്പോൾ മനസ്സിന് കിട്ടുന്ന ഒരു ഉന്മാദവും ഈ യാത്രയെ മനോഹരമാക്കാൻ ഇതിൽ കൂടുതലൊന്നും വേണ്ട ഗൈസ്. നിങ്ങളും ഇതുപോലൊരു ബോട്ട് യാത്ര നടത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ മാക്സിമം ഈ ഒരു വൈകുന്നേരം വരാൻ നോക്കുക. അത്രയും നല്ലൊരു വൈബാണ് സുഹൃത്തുക്കളെ നമുക്കിവിടെ നിന്ന് കിട്ടിയത്. ദേ ഈ പുള്ളിയാണോ നമ്മുടെ ഡ്രൈവർ, നല്ല കിടില എക്സ്പേർട്ട് ഡ്രൈവറാണ്. പോരാത്തിന് ഓരോ ബീച്ച് എത്തുമ്പോഴും നമുക്ക് അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരാൻ തുടങ്ങി. പുള്ളിയുടെ ജോലി നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ യാത്രയുടെ അവസാന ഘട്ടം എത്താറായി സുഹൃത്തുക്കളെ. ഈ കാണുന്നതാണ് വിഴിഞ്ഞ പള്ളി കേട്ടോ, അതിൻ്റെ അപ്പുറത്ത് കാണുന്നതാണ് വിഴിഞ്ഞ ഹാർബർ. ഈ ഹാർബറിനോട് ചേർന്ന് ഒരുപാട് കപ്പലുകൾ ദൂരെ നിർത്തിയിട്ടിരിക്കുന്നത് കാണാൻ കഴിയും. കുറച്ചു നേരം ബോട്ട് ഇവിടെ നിർത്തിയിട്ട് നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ ആസ്വദിച്ചു. ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. പക്ഷെ എന്തായാലും അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ കടലിലൂടെയുള്ള യാത്ര. നിങ്ങൾ അത്യാവശ്യം ഒരു അഡ്വഞ്ചർ റൈഡൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഇത് വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കൂ ഗൈസ്.